പ്രിയ ദൈവവേദലേ, 91 സങ്കീർത്തനത്തിൽ വ്യക്തമായി വചനം വിളിച്ചു പറയുന്നു, അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കും. ഈ കാലഘട്ടം നാം ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ തമ്മിൽ അനേകമായി യുദ്ധങ്ങൾ നടക്കുന്നത് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ നമുക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ഷീൽഡ് കൊണ്ട് മറച്ചിട്ട് പോലും ചില ബോംബുകൾ അവരെ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് തകർത്ത് കളയുന്നു. ആ സമയത്താണ് കർത്തൻ നമുക്കൊരു ഉറപ്പ് തരികയാണ്, കർത്താവ് തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുമെന്ന്. എന്ന് വെച്ചാൽ ഭാരമില്ലാത്ത ഒരു വസ്തുവാണ് തൂവൽ. പക്ഷേ ദൈവിക സംരക്ഷണത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ ആഴമാണ് അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ തുറന്നു തരുന്നത്. എടാ, നീ വലിയ ഭാരമൊന്നും ചുമന്നുകൊണ്ട് നടക്കണ്ട. ഞാൻ എൻ്റെ തൂവലുകൾ കൊണ്ട്, അതായത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയേറിയ സംരക്ഷണമാണ് വചനത്തിൽ കൂടെ നമുക്ക് തരുന്നത്. വചനം പറയുകയാണ്, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ വഹിക്കുന്നത് പോലെ, അടുത്തത് കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കുന്നത് പോലെ. രണ്ടും തൂവലിനകത്തിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവവേദലേ, ശത്രു നിന്നെ തൊടാതെ തൂവലിൻ്റെ അടിയിൽ മറയ്ക്കാനും നിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിനക്ക് പറന്നുയരുവാൻ നിന്നെ പ്രാപ്തനാക്കുന്നത് കഴുകൻ തൻ്റെ ചിറകിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളെ ആപത്തിൽ നിന്ന് സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പറഞ്ഞതെന്നാണ് എങ്കിൽ ഈ ദിവസം വിളിച്ചു പറ, എൻ്റെ ദൈവം ശ്രേഷ്ഠമായി എന്നെ സംരക്ഷണത്തിനായി ഇറങ്ങി വരികയാണ്. ഞാൻ പാർക്കുന്ന വീട്ടിൻ്റെ എത്രയോ മൈലുകൾക്കപ്പുറത്തായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നീ നിൻ്റെ വീട്ടിനകത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കർത്താവ് തൻ്റെ തൂവലുകൾ കൊണ്ട് അവനെ മറച്ചു പിടിക്കും. ഈ ദിവസം വിളിച്ചു പറ, എൻ്റെ ദൈവം സംരക്ഷകനായി ഇറങ്ങി വരും. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവിനോട് കൂടെ ഞാൻ നടക്കുകയാണ്. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I bless you in Jesus' name. Amen.